എല്ലാ പേരൻസിൻ്റെ ആഗ്രഹമാണ് അവരെ കുട്ടി ബ്രില്യൻ്റോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് വളരണമെന്ന്. പക്ഷേ അവരാവാറില്ല. പക്ഷേ ചില പേരൻസ് 70 to 80 വയസ്സാകുമ്പോൾ അവരെ കുട്ടിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വിചാരിച്ചേക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ഈ വീഡിയോ ചിലപ്പം എന്നേക്കാളും മൂത്തവരായിരിക്കും കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം കുറവ് തോന്നുന്നെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റിൽ പോയി കമൻറ്റ് ചെയ്യുക. അതിനായി നിങ്ങളൊരു പേരൻ്റ് എന്ന നിലയിൽ ചെയ്ത കുറ്റങ്ങൾ ഇതാണ്. ആദ്യത്തേത്, നിങ്ങളെ കുട്ടിയെ പലപ്പോഴും വഴക്ക് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ വെള്ളമോ എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണേക്കാം. ഇതിനായിട്ട് നിങ്ങളെ കുട്ടിയെ വഴക്ക് പറയല്. കാരണം അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരിക്കും. അതുപോലെ നിങ്ങളെ കുട്ടിയെ വഴക്ക് പറയാതിരിക്കല്. ഇപ്പം ചില പേരൻസ് വിചാരിക്കും അവരെ കുട്ടിയെ വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർ സക്സസ്ഫുൾ ആവുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇതാ കുട്ടിയുടെ എക്സാം മാർക്കിനെയും എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ചില പേരൻസ് അവരെ കുട്ടികളെ സ്കൂളിൽ വല്ലതും സ്പെഷ്യൽ പ്രോഗ്രാം അങ്ങനെ ഉണ്ടെങ്കിൽ പോവാത്തതായിരിക്കും. ചില പേരൻസ് വിചാരിക്കുന്നത് ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന്. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല. കാരണം ഇതൊക്കെ ആയിരിക്കും കുട്ടികളെ ഒരു ബെസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ ബെസ്റ്റ് ട്രൈ ചെയ്യുക അവിടെ പ്രസൻ്റ് ആയിരിക്കാൻ. മൂന്നാമത്തേത്, നിങ്ങളെ കുട്ടിയായിട്ട് കളിക്കണം. നിങ്ങളെ കുട്ടിയായിട്ട് കളിച്ചാൽ ഒരു പക്ഷേ ഭാവിയിൽ അവർ വല്ല മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ ആയിരിക്കാം. നിങ്ങളെ കുട്ടിയായിട്ട് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ അങ്ങനെ ചെയ്താൽ നിങ്ങളെ കുട്ടികളുടെ ചൈൽഡ്സ് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വളരുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളെ കുട്ടിക്ക് താല്പര്യമുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടതാണ്. നാലാമത്തത്, നിങ്ങളെ കുട്ടിയായിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുക. നിങ്ങളെ കുട്ടിയുമായി അമേസിങ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്ന ഒരു ബെസ്റ്റ് രീതിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കുട്ടികൾ വലുതായി ആണ്ട് വീട് വിട്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ അവരുമായിട്ടുള്ള അമേസിങ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ ഒരിക്കലും മറക്കത്തില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഫോട്ടോസ് വെച്ച് ഒരു ആൽബം വരെ ഉണ്ടാക്കാവുന്നതാണ്. അഞ്ചാമത്തത്, ചില പേരൻസ് കുട്ടികളെ ഉപദേശം കേൾക്കാറില്ല. അപ്പം നിങ്ങൾ ഒരു കുട്ടി എന്ന നിലയിൽ പേരൻസിന് ഉപദേശം കൊടുത്താൽ അപ്പം ചില പേരൻസ് പറയും നിനക്ക് ഉപദേശം തരാനുള്ള പ്രായമായിട്ടില്ലെന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങളിത് ചെയ്യാനേ പാടില്ല. ഒരുപക്ഷെ നിങ്ങളെ അല്പം കുട്ടികളെ ഭാവി അത് നശിപ്പിച്ചേക്കാം. ആറാമത്തത്, പേരൻസ് കുട്ടികൾക്ക് ഇനഫ് കെയർ കൊടുക്കാറില്ല. ഇപ്പം ചില പേരൻസ് കുട്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കുട്ടി സ്വയമായിട്ട് കളിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളോടൊപ്പം അവർക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇല്ലയെന്ന് പറഞ്ഞേക്കല്ലേ. അല്ലെങ്കിൽ അവരെ മൈൻഡ് റീഫ്രഷ് ആക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് പുറത്ത് പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോവുക. ഏഴാമത്തത്, പേരൻസ് അവരെ കുട്ടികളെ വേണ്ടത്രയും സന്തോഷിപ്പിച്ചില്ല. ആസ് എ പേരൻറ്റ് നിങ്ങൾ അറിയേണ്ടതാണ് നിങ്ങളെ കുട്ടി എന്തോ കൊടുത്താലാ അല്ലെങ്കിൽ എന്തോ ചെയ്താലാ സന്തോഷിക്കേണ്ടതെന്ന്. നിങ്ങളെ കുട്ടിയെ മോർ ഹാപ്പി ആയിട്ട് നിർത്തിയാൽ അവരെ എല്ലാം ആക്റ്റീവായിട്ട് വളർന്നു വരികയും ചെയ്യും. നിങ്ങളെ കുട്ടിയെ എപ്പോഴേലും ഒക്കെ പുറത്ത് കൊണ്ടുപോകാവുന്നതാണ്. എട്ടാമത്തത്, പേരൻസ് എപ്പോഴും മറ്റുള്ളവരെ ഉപദേശം കേൾക്കും. ഇപ്പം നിങ്ങളെ കുട്ടിയെക്കുറിച്ച് പരാതി പറയുന്ന ആരെങ്കിലും ഒരാളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ മറ്റുള്ളവരെ ഉപദേശം കേൾക്കുകയും ചെയ്യല്ലേ. പക്ഷേ നിങ്ങളെ മറക്കല്ല്, നിങ്ങളാണ് കുട്ടിയുടെ പേരൻറ്റ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും കുട്ടിക്ക് എന്തുവാ ബെസ്റ്റ് എന്തുവാ വേണ്ടാത്തതെന്ന്. അത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളെ കുട്ടിയെ വഴക്ക് പറയാൻ മറ്റുള്ളവരെ അനുവാദിക്കരുത്. കാരണം കുട്ടികളും ആഗ്രഹിക്കാറുണ്ട് അവർക്ക് നിങ്ങളെ സപ്പോർട്ട് വേണമെന്ന്. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി ഓളും നിൽക്കുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.